നൂറുകണക്കിന് പൂച്ചെടികൾ അവ ഒരുമിച്ച് പൂത്തു നിൽക്കുന്നു. ആരായാലും ഒന്ന് നോക്കിപ്പോവും. നമ്മുടെ തൃശ്ശിലേരി റോഡിലൂടെ പോകുന്നവർക്ക് ഈ കാഴ്ച സുപരിചിതമാണ്. മഴവില്ലഴകിൽ ബോഗേൻ വില്ലകൾ, സൂര്യന്റെ വെട്ടത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ബാൽസം ചെടികൾ, കാറ്റിന്റെ തഴുകളിൽ നൃത്തം ചെയ്യുന്ന പെറ്റൂണിയ പൂക്കൾ, തലയുയർത്തി നിൽക്കുന്ന ജെറേനിയം ചെടികൾ, കുഞ്ഞനാണെങ്കിലും തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്ന സീനിയ ചെടികൾ. ഒരു നിശബ്ദ സംഗീതം പോലെ അത്രമേൽ മനോഹരമാണ് ഈ പൂന്തോട്ടം. ഇത്രയും പൂക്കൾ ഇങ്ങനെ പരിപാലിക്കുന്നതിന് പിന്നെ ഒരു നൃത്ത അധ്യാപകന്റെ അധ്വാനമുണ്ട്. എവിടെ പോയാലും ഭംഗിയുള്ള ചെടികൾ അല്ലെങ്കിൽ പൂക്കൾ അദ്ദേഹത്തെ ആകർഷിക്കാറുണ്ട്. അവ ഓരോന്നും തൻ്റെ വീട്ടുമുറ്റത്തും വേണം എന്ന ആഗ്രഹമാണ് ഇത്രയധികം ചെടികളുടെ പരിപാലകനായി അല്ലെങ്കിൽ ഉദ്യാന പാലകനായി അദ്ദേഹം മാറാൻ കാരണം. എൻ്റെ പേര് സാബു തൃശ്ശിലേരി. എൻ്റെ വീട് തൃശ്ശിലേരി മൊട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഡാൻസ് ടീച്ചറാണ്. ചെടീനുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെടി ഒപ്പം കൊണ്ട് നടക്കുന്നു. ഈ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ചെടി നോക്കാറുണ്ട്. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ മോനുണ്ട്. ഞങ്ങളങ്ങനെയാണ് ഈ ചെടിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ഞാൻ ചെയ്യുന്നത് ബോയൻവില്ല തന്നെയാണ്. സാധാരണ നാടൻ വെറൈറ്റികളാണ് എൻ്റെ അടുത്തുള്ളത്. അങ്ങനെ ഹൈബ്രിഡ് കുറച്ചേ ഉള്ളൂ. ഈ പ്ലാന്റിന്റെ പേരെനിക്ക് അറിയത്തില്ല. മിനിയേച്ചർ സീനിയ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പണ്ടെൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ഞാൻ വരുത്തിച്ചതാണ്. ഇഷ്ടംപോലെയായി. ഈ സൈഡിൽ മുഴുവനുണ്ട്, ആ സൈഡിലും ആയിട്ടുണ്ട്, നിറച്ചുണ്ട്. എനിക്ക് നിറച്ച് ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ് ഇത്. ചൈനീസ് ബോൾസ് ആണ് ഇതെല്ലാം കാണുന്നത്. അതിൽ ഹൈബ്രിഡ് നിറയെ ഫ്ലവർ വരുന്ന ചെറിയ ബോൾസാണിത്. ജെറേനിയങ്ങളാണ്. ജെറേനിയം ഇപ്പം പൂ കൊഴിഞ്ഞു നിൽക്കുകയാണ്. നിറയെ ഫ്ലവർ ആയിരുന്നു. എല്ലാം ഹൈബ്രിഡ് തന്നെയാണ്. ഇതിനും അധികം വെള്ളം വേണ്ട. ഇതിനൊന്നും ചാണകവെള്ളം തന്നെയാണ് ഇതിന് ഒഴിക്കാറ്. നിറയെ ഫ്ലവറുണ്ട്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ ഫ്ലവർ കുറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത മുട്ട് വരുന്നേ ഉള്ളൂ. നിറയെ ഫ്ലവർ വരുന്ന ചെടിയാണ്. ഇപ്പം ഹാങ്ങിങ് ആയിട്ട് പെറ്റൂണിയം കുറച്ച് വെറൈറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലവർ വരുന്നുണ്ട്. നിറച്ചും ഫ്ലവർ വരുന്നുണ്ട്. ഇത് ചെറിയ പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടുന്ന് ക്ലാസ്സിനായിട്ട് പോയി കഴിയുമ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗൗരി ചേച്ചിയുണ്ട്, പിന്നെ മോനും ഉണ്ട്. വളവും വെള്ളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പിന്നെ എനിക്കും പറ്റുന്നതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് വൈകുന്നേരം ശരിയാനിക്കാനും പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ ഓരോ ചാനലുകളിൽ അയക്കാൻ വേണ്ടി പറയുമ്പോഴൊക്കെ അയക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് 15 ദിവസം കൂടുമ്പം നമ്മൾ ഇതിന് വളം ചെയ്യാറുണ്ട്. DAP ആണ് ഇടാറ്. പിന്നെ ചാണകവെള്ളം കലക്കി ഒഴിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചാണകവെള്ളവും പിണ്ണാക്ക് വെള്ളവും കലക്കി ഒഴിക്കാറുണ്ട്. നല്ല ഫ്ലവറായിരുന്നു. എല്ലാ പ്ലാന്റിലും നല്ല ഫ്ലവറായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ച് കൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഇനി അടുത്ത മുട്ട് വരുന്നുണ്ട്. ഓരോ പ്ലാന്റിലും മുട്ട് വരുന്നുണ്ട്. അടുത്ത 2ാം റൗണ്ടിലേക്ക് വരുന്നുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ സാർ ചുമ്മാ കറങ്ങാൻ പോകും. ഏതെങ്കിലും ഒരു നഴ്സറിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കണ്ടാൽ അതങ്ങ് വാങ്ങും. വിലയും മറ്റും പലപ്പോഴും നോക്കാറില്ല. കർണാടകയിലെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് ചെടികളുണ്ട് അവിടെ. ചെടികൾ അടുക്കി വെക്കുന്നതിലും സാബു സാറിന് തൻ്റെതായ ഐഡിയ ഉണ്ട്. ഒരു നൃത്തത്തിൽ നർത്തകരെ എങ്ങനെ ക്രമമായി നിർത്തുന്നുവോ അത്തരത്തിൽ തൻ്റെ ചെടികളും നിൽക്കണമെന്ന് സാറിന് നിർബന്ധമുണ്ട്. വീട് റോഡരികിലായതുകൊണ്ട് തന്നെ പലരും വാഹനം നിർത്തി ഫോട്ടോയും മറ്റും എടുത്തു പോകും. ചിലർ നിശബ്ദമായി ആസ്വദിച്ച് കടന്നു പോകും. ഈ പൂന്തോട്ടം വെറും പൂക്കളുടെ ഒരു കൂട്ടമല്ല. ഇത് സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്, ക്ഷമയുടെ അടയാളമാണ്, പ്രകൃതിയോട് ചേർന്ന ഒരു ഹൃദയത്തിൻ്റെ തെളിവാണ്. വേഗത്തിൽ പാഞ്ഞു പോകുന്ന ഈ ലോകത്ത് ഈ ചെറിയ പൂന്തോട്ടം നമ്മോട് പറയുന്നു, ഒന്ന് നിൽക്ക്, ഒന്ന് ശ്വാസമെടുക്ക്, ജീവിതത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക.